സാറേ സാറേ വലിയ സന്തോഷം സാറേ. പ്രസാദ ഇത് വെച്ചോളൂ. വലിയ സന്തോഷം സാറേ. ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. സാറിന്റെ യാത്ര നന്നായി നടക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാം ഉണ്ട്. അതെ സാറേ. ഞാനേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെല്ലാവരെയും കാണാൻ വരാൻ കേട്ടോ. ഓ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. ശരി. സാറിനെ ദൈവം അനുഗ്രഹിക്കും. നല്ലതേ വരും. മോളെ പോയിട്ടോ. ശരി സാറേ. ശരി സാർ. ചെല്ലു. വാ മോളെ. സൂര്യ, തിരുമേനി, മനസ്സിൽ യാതൊരു മാറ്റവും വരാതെ മാലയിട്ട് വേഷം കെട്ടുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ 1000 തവണ പടിചവിട്ടിയാലും കിട്ടാത്ത പുണ്യമാണ് ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ സൂര്യയ്ക്കും സൂര്യയുടെ കുടുംബത്തിനും കിട്ടിയിരിക്കുന്നത്. മനുഷ്യരെ എല്ലാവരെയും തുല്യരായി കാണുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സൂര്യയ്ക്ക് കഴിയട്ടെ. മുരുക, ആ പൂക്കളിഞ്ഞു കൊണ്ടുവരൂ. ഇനി സന്തോഷത്തോടെ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോളൂ. ബാക്കിയെല്ലാം മുരുകൻ കാത്തോളും. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഇങ്ങോട്ട് മാറി. അണനാശിനി, എന്നിട്ടെങ്കിലും കൈ ഒന്ന് ശുദ്ധാവട്ടെ. ചേച്ചി, അത് കുറച്ചുകൂടി ഇങ്ങ് ഒഴിച്ചേ. ഇതെന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ കാണിക്കുന്നേ? ആ വേലക്കാരിയുടെ കാല് തൊട്ടല്ലേ. ഇനി എന്തൊക്കെ ചെയ്താല കൈയൊന്ന് ശുദ്ധാവുക? അതിന് ശുദ്ധമാവാനൊന്നും പോകുന്നില്ല. പിന്നെ പറ്റിയില്ലെങ്കിലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൈ അങ്ങോട്ട് വെട്ടിക്കളയണം. അത് കൊടുത്തേ. ആ ചടങ്ങിന് പോണ്ടെന്ന് മമ്മിയോട് എത്ര തവണ പറഞ്ഞതാ. എന്നിട്ട് സംഭവിച്ചത് കണ്ടില്ലേ? മമ്മിക്കെന്താ? മമ്മിക്ക് അവളുടെ കാല് കഴുകേണ്ടി വന്നില്ലല്ലോ. പകരം ചെയ്തത് ഞാനല്ലേ. ആചാരങ്ങളുടെ പേരിൽ എല്ലാത്തിനും വഴങ്ങി കൊടുക്കാന്ന് ആന്റി തീരുമാനിച്ചതല്ലേ. സത്യത്തിൽ അവളുടെ കാല് കഴുകണമെന്ന് ആന്റി ആഗ്രഹിച്ചിരുന്നു. സ്വാമിയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എല്ലാരും കൂടി പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഭംഗിയോടെ നടക്കേണ്ട ഒരു ചടങ്ങ് നമ്മൾ ഇല്ലാതാക്കിയെന്ന് ഒരു പേരുദോഷം വരും. അതിന്റെ കണക്ക് തീർക്കാൻ അവൻ ദിവസേന ഓരോന്നും കാണിച്ചുകൊണ്ടേയിരിക്കും. അത് വേണ്ടാന്ന് വെച്ചു. മമ്മിക്ക് ഇത്ര ബോധമില്ലതായിപ്പോയില്ല മമ്മി. ഇക്കാലത്ത് എവിടെയെങ്കിലും ഇങ്ങനെ മലയ്ക്ക് പോകുന്നവരുടെ കാല് കഴുകുന്നൊരു ചടങ്ങുണ്ടോ? പണ്ടുണ്ടായിട്ടുണ്ടാവും. പക്ഷെ
അത് കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ അവൾക്ക് കഴിഞ്ഞു എന്നുള്ളതാ. എന്തായിരുന്നു അവളുടെ അഭിനയം? നമ്മളൊക്കെ കാലു കഴുകാൻ അവളുടെ മുമ്പിലേക്ക് ചെന്നപ്പോ അയ്യോ വേണ്ട വേണ്ട എന്നും പറഞ്ഞ് വിനയം കൊണ്ടൊരു കുളിർപ്പിക്കല. ദേ ഞാൻ കാലു കഴിയുമ്പോ അവളുടെ മുഖത്തേക്ക് നോക്കിയതാ. അവളത് ആസ്വദിക്കായിരുന്നു മമ്മി. എന്നെ എന്തിനാ പിടിച്ച് ജയിപ്പിച്ചതെന്ന് അറിഞ്ഞൂടാത്തത്? മമ്മി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ മാലയിട്ടതിന്റെ മലയ്ക്ക് പോകുന്നതിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം ഇന്ന് നടന്ന കാല് കഴുകൽ തന്നെ. നമ്മൾ ആക്ഷേപിക്കുന്നവരുടെ കാല് നമ്മളെ കൊണ്ട് കഴുകിപ്പിച്ചതാ അവന്റെ മിടുക്ക്. സ്വാമി വേഷം അഴിച്ചു വെച്ചിട്ട് വരുമല്ലോ അവള്. ഇതിന്റെ കണക്ക് അവളോട് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഞങ്ങള് തൊട്ട കാലം വെച്ച് ഇനി അവൾ ഈ വീട്ടിനകത്ത് ചവിട്ടി നടക്കില്ല. എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ. പൂജയുടെ പേരിൽ ഒന്ന് തല ഉണിച്ചു കൊടുത്തപ്പോ തോറ്റു കൊടുത്തതായി ചിലപ്പോ അവനും അവൾക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അവളോട് കോംപ്രമൈസ് ചെയ്ത് അവനെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. മലയ്ക്ക് പോയി തിരിച്ചു വന്നിട്ട് അവളെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യാം. ഞാൻ ഒന്നിനും തടസ്സം നിൽക്കില്ല. നിങ്ങളുടെ മനസ്സ് അപമാനിക്കപ്പെട്ടത് എനിക്ക് നന്നായി മനസ്സിലാവും. അവൾ ഈ വീട്ടിലെ വേലക്കാരി തന്നെയാ. അക്കാര്യത്തിൽ ഒരു കാലത്തും നമ്മുടെ എല്ലാവരുടെയും മരണം വരെ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. മോളെ നന്ദിനി, ഇവനെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും എന്റെ പ്രതീക്ഷ വളരെ ചെറുതായിരുന്നു. നീ ചെയ്തതാണെങ്കിൽ മറിച്ചും. മനസ്സ് നിറയുന്ന വിധത്തിലായി ഇവന്റെ മാറ്റം. ഇന്നവിടെ കൂടിയ ആളുകൾ മുഴുവൻ സൂര്യയുടെ ഭക്തിയെക്കുറിച്ചും സൂര്യയുടെ മനുഷ്യത്വത്തെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത്. ഒരച്ഛനെന്ന നിലയ്ക്ക് അത് കേട്ടു നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നി.